അമ്മയായിരിക്കും. വിഷുക്കണിയായിട്ട് മുന്നിൽ നിൽക്കുകയായിരിക്കും. കണ്ണു തുറന്നിട്ട് മുകളിലത്തെ ഭിത്തി കാണാൻ പാടില്ല. കൃഷ്ണ, അമ്പാടിക്കണ്ണ, അമ്മേ. എന്താടാ പ്രതാപ? എടാ എടാ എണീക്കടാ മോനെ. പ്രതാപ എഴുന്നേറ്റേ. എടാ എന്ത് പറ്റിയെന്ന്? എന്റെ ദൈവമേ. യോ പ്രതാപ, എടാ പ്രതാപ, എടാ എണീക്കടാ. എടാ എണീക്കേ. എടാ പ്രതാപ, പ്രതാപ. എടാ ഇത് ഞാനാടാ. ചുമ്മാ നടന്നാലേക്കല്ലേ. ഞാനാടാ. ഓ എന്താ അമ്മേ, എന്താ ഇവിടെ? എടാ നിനക്ക് എന്താ പറ്റിയേ? ആരോ വന്ന് തോളി തട്ടി വിളിച്ചപ്പോ വിഷുക്കണിയായിട്ട് അമ്മ വന്നെന്നാ കരുതിയേ. എടാ ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴല്ലേ നിന്റെ നിലവിളി കേട്ടെ. അതിനുമുമ്പേ കണി കാണിക്കാനായിട്ട് ഒരുത്തം വന്നമ്മേ. ആര്? അന്ന് ചത്തുപോയ വിശ്വനാഥൻ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഈ വെളുപ്പാങ്കാലത്ത് അവനെത്തിയോ? പ്രേതങ്ങൾക്ക് വെളുപ്പാങ്കാലത്തൊന്നും രാത്രി ഇരുന്നോ വല്ലതും ഉണ്ടോ അമ്മേ? ഇരുട്ട് മാറിയിട്ടില്ലല്ലോ. അയ്യോ, അവനെന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചോണ്ടിരിക്കായിരുന്നു, വെളുക്കെ ചിരിച്ചോണ്ട്. ഇത് വലിയ ശല്യായല്ലോ. ഇനി വല്ല പൂജയും മന്ത്രവാദവും നടത്തി അവനെ ഇവിടുന്ന് ഒഴിപ്പിക്കാന്ന് വെച്ചാ അത് സംഭവിക്കത്തില്ല. അയ്യോ, എത്ര പൂജയും മന്ത്രവാദവും നടത്തിയാലും ആ ആത്മാവ് ഒഴിഞ്ഞു പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. നീ ശരിക്കും കണ്ടോടാ? ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്റെ മുമ്പിലുള്ള ഇങ്ങനെ ആകെ അനുഗ്രഹിച്ചു. അയ്യോ അമ്മ, അയ്യോ അമ്മേ, അമ്മേ അങ്ങോട്ട് പോമ്മേ. അല്ല അവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുക. എനിക്ക് നാമം ചൊല്ലണം. അമ്മേ ഇവിടെ നിൽക്കമ്മേ, എനിക്ക് പേടിയാന്നമ്മേ. ഈ മുറി നിന്ന എനിക്ക് അതിനേക്കാളും പേടിയാ. അമ്മേ അമ്മേ, എന്നാ പിന്നെ ഞാനും വരാം. വേണ്ട വേണ്ട, കുളിച്ചിട്ട് അങ്ങോട്ട് വന്നാ മതി. കുളിച്ചിട്ടാണോ വിഷുക്കണി കാണുന്നേ? ഞാനേ ഒരു കാര്യം ചെയ്യാം. ഞാൻ കണി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാം. നീ ഇവിടെ കയറി കഥ കടച്ചിരുന്നു. നേരെ ഒന്ന് വെളുക്കട്ടെ. അമ്മ പോകുമ്പോ അവൻ വീണ്ടും വരുമേ. അങ്ങനെ അവൻ വരുവാണെങ്കിലേ അവനോട് പറ അങ്ങനെ വരാതിരിക്കാൻ എന്ത് വേണേലും തരാന്ന്. അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറഞ്ഞതേ അതിന്റെ ഒരു നടപ്പ് വശമാ. തൽക്കാലം ഈ മുറിക്കകത്ത് എനിക്ക് നിക്കാൻ പറ്റൂല. ഇത് പ്രേതം കൂടിയ മുറിയാ. വേണ്ട വേണ്ട. Ha